ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു വരികയാണല്ലോ. ഇന്നലെ 28-ാം അധ്യായം നമ്മൾ വായിച്ചു. അതിൽ ശൗൽ രാജാവ് ഫെലിസ്ത്യർ യുദ്ധത്തിന് ഒരുങ്ങുന്നതായ സമയത്ത് ദൈവത്തിനുള്ള അരുളപ്പാട് ലഭിക്കാതെ വന്നപ്പോൾ മന്ത്രവാദിനിയെ കാണുന്നതും ശമൂവേൽ പുരോഹിതനെ വരുത്തി അദ്ദേഹം ശൗലിനെതിരായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ആ ഫെലിസ്ത്യർ ഇപ്പോൾ ഇസ്രായേലിനോട് യുദ്ധത്തിന് വേണ്ടി അവരാരംഭിക്കുകയാണ്. നമ്മൾ വായിക്കുന്നവർ നീർച്ചാലിനടുത്ത് പാളയമടിച്ചു. മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം നീർച്ചാലെന്ന് പറയുന്നത് ഏറ്റവും ആശ്വാസകരമായ അനുഭവമാണ്. വെള്ളമില്ലാത്ത സ്ഥലത്ത് ആവശ്യത്തിന് ജലം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവിടെ നിന്ന് 100 1000 അവർ പല സംഘങ്ങളായി ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നീങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും പിൻനിരയിലാണ് ആക്കീസ് രാജാവും ദാവീദും കൂടി പോകുന്നത്. അപ്പോൾ ഇസ്രായേലിലെ പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും അവർ ശൗലിനോട് പറയുന്നു, ഇവനെ, ഈ ദാവീദിനെ നമുക്ക് എങ്ങനെയാണ് കൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? കാരണം ഇവൻ നമ്മുടെ ശത്രുവാണ്. ഒരു കാലത്ത് നമ്മുടെ വില്ലാളി വീരനായ ഗോലിയാത്തിനെ ഇവൻ കൊന്നവനാണ്. യുദ്ധഭൂമിയിൽ വെച്ച് ഇവൻ നമുക്ക് ശത്രുവാകും. അതുകൊണ്ട് ഇവനെ കൊണ്ട് പോകാൻ പാടില്ല. ഇവനെക്കുറിച്ചല്ലേ അന്ന് ജനം പാടിയത്, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഇവനെക്കുറിച്ച് ജനം സാക്ഷ്യം നൽകുകയും പാടി നൃത്തം ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെയുള്ളവനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോവുക, അവനെ വിശ്വസിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് അവർ ഈ ശൗൽ രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമാണത്. ഒരു കാലത്ത് തങ്ങളുടെ ശത്രുവായിരുന്നവൻ പെട്ടെന്ന് മിത്രമാകുമെന്ന് ആർക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ. രാജാവ് അതിൻ്റെ 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ രാജാവ് ദാവീദിനെ വിളിച്ച് അവനോട് പറയുന്നു, തീർച്ചയായും നീ സത്യസന്ധനാണ്. നിൻ്റെ പെരുമാറ്റം എനിക്ക് വളരെ തൃപ്തികരമായിരുന്നു. പക്ഷേ സൈന്യാധിപന്മാരോ ജനങ്ങളോ നിന്നെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോകണം. അപ്പോൾ ദാവീദ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അപ്പോൾ ശൗൽ രാജാവ് ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതിൻ്റെ 9-ാമത്തെ വാക്യം, നീ എൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനായില്ല. നീ എൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ്. ഒരു കാലത്ത് ഏറ്റവും വലിയ ശത്രു എന്ന് വിചാരിച്ചിരുന്നവൻ, അങ്ങനെയുള്ളൊരു മനുഷ്യനെക്കുറിച്ച് ഒരു രാജാവ് ഇപ്രകാരം സാക്ഷ്യം പറയണമെങ്കിൽ എത്രമാത്രം സത്യസന്ധതയോടും നീതിബോധത്തോടും ആത്മാർത്ഥതയും കൂടിയാണ് ദാവീദ് ഇത്രയും വർഷക്കാലം ഈ രാജാവിനോട് ചേർന്ന് വസിച്ചത്. അതുകൊണ്ട് രാജാവ് ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട് പറയുന്നുണ്ട്, അവൻ ഇവനുമായിട്ടുള്ള പരിചയം വർഷങ്ങളായിട്ടുള്ളതാണ്. ഇന്നോ ഇന്നലെയോ എൻ്റെ കൂടെ വന്ന് താമസിച്ചവനല്ല. അതുകൊണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് ഇവനെ തിരിച്ചറിയാം. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അത്ര അറിഞ്ഞുകൂടല്ലോ. ഇവൻ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് രാജാവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചതുകൊണ്ട് രാജാവ് അഭയം കൊടുത്തവനെന്ന രീതിയിൽ അവനെ എതിർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ മാത്രമേ ദാവീദിനെ കാണാൻ സാധിക്കുള്ളൂ. അവർ ദൂരെ നിന്ന് കാണുന്നവരാണ്. ശ്രീ ശൗൽ രാജാവ് അവനോട് ചേർന്ന് അനേക വർഷങ്ങളായി ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, ഇവൻ ദൈവദൂതനെ പോലെ ആകുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ യാക്കീസ് രാജാവിന് ഇതിനെക്കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾ കേൾക്കുക.
നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, പൊന്നിൻ്റെ മാറ്ററിയാൻ അത് ഉരച്ചു നോക്കണം, മനുഷ്യനെ മനസ്സിലാക്കാൻ അടുത്തറിയണമെന്ന്. മനുഷ്യനെ അടുത്തറിയണം, പൊന്നുരിച്ചു നോക്കണമെന്ന് പറയും. പൊന്നിൻ്റെ മാറ്ററിയണമെങ്കിൽ അത് ഉരച്ചു നോക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പുറമേ കണ്ടതുകൊണ്ട് മാത്രം അത് യഥാർത്ഥ പൊന്നാണെന്ന് പറയാനാവില്ല. ഇതുപോലെ നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. നമ്മൾ ശത്രു എന്ന് പറയുന്നവൻ ശത്രു ആകണമില്ല, മിത്രമെന്ന് നമ്മൾ പറയുന്നവൻ മിത്രമാകണമെന്നുമില്ല. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ശത്രു എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മിത്രം. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സത്യത്തിൻ്റെ മറുവശം ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് നമ്മൾ പലപ്പോഴും ശത്രുക്കളായി കാണുന്നത്. ഞാൻ കാണാത്ത കാര്യം കണ്ടവൻ, ഞാൻ നോക്കാത്ത ആംഗിളിലൂടെ നോക്കിയവൻ, ഞാൻ മനസ്സിലാക്കാത്ത കാര്യം മനസ്സിലാക്കിയവനെ നമ്മൾ ശത്രു എന്ന് വിളിക്കുന്നു. നമ്മളൊരു ആംഗിളിലൂടെ നോക്കുന്നവൻ മറ്റൊരു ആംഗിളിലൂടെ നോക്കുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത്. ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളും മനുഷ്യരെ അടുത്തറിഞ്ഞിട്ട് വേണം അവരെക്കുറിച്ച് നമുക്ക് വിധി പറയാൻ. ഈ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്ന സമയത്തും ശമൂവേൽ പുരോഹിതനോട് യഹോവയായ ദൈവം പറഞ്ഞ് ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. ശമൂവേൽ പുരോഹിതൻ ഇസ്രായേലിലെ ഈശായിയുടെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു. ഇവരാണ് കൊള്ളാവുന്നവർ, നല്ല പൊക്കമുള്ളവർ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ എടുത്തപ്പം യഹോവ പറഞ്ഞു അവരൊന്നും ആ സ്ഥാനത്തിന് യോഗ്യരല്ല. യഹോവയായ ദൈവം പറഞ്ഞു ദാവീദിനെ എടുക്കുവാൻ. മറ്റുള്ളവരുടെ അത്രയും പൊക്കം അവനില്ല, അത്രയും വലിയ സാമർഥ്യമോ കഴിവോ ഒന്നും കാഴ്ചയിൽ അവനില്ല. പക്ഷേ യഹോവയായ ദൈവം ദാവീദിനോട് ശമൂവേലിനോട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. മനുഷ്യൻ കണ്ണിന് കാണുന്നതനുസരിച്ച് വിധിക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തെയും അന്തരേന്ദ്രിയത്തെയും ശോധന ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിഷ്കളങ്കരായി ജീവിക്കേണ്ടത്. നീ എൻ്റെ മുന്നിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനായിരുന്നുവെന്ന് ദാവീദിനെക്കുറിച്ച് ആഖീസ് രാജാവ് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും സമൂഹവും ദൈവവും പറയുവാൻ തക്കവണ്ണം നിഷ്കളങ്കരായി ജീവിക്കാം. ഒരുപക്ഷെ ഇന്ന് നമ്മെ ശത്രുവായി കാണുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥയും സത്യസന്ധതയുള്ളവരാണെന്ന് നമ്മളെക്കുറിച്ച് പറയുവാനും മനസ്സിലാക്കുവാനും ഇടയാക്കും. ദൈവം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. അതുകൊണ്ട് ഇപ്പോഴുള്ള അനുഭവങ്ങളിൽ നമ്മൾ നിരാശപ്പെടേണ്ടതായ കാര്യമില്ല. സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും കാണാനും പറയാനും നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് ദൈവമേ, പരിശുദ്ധാത്മാവേ, ആ സത്യസന്ധതയോടെ നീതിബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദവായനകളും പ്രാർത്ഥനകളും ഈ ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.